അംഗീകരിക്കുന്നുണ്ടോ? ഒന്നാമത് സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റിംഗ്. ഞാൻ മനഃപൂർവ്വം വെയിറ്റ് ചെയ്യിപ്പിച്ചല്ല. ഞാൻ ഓഫീസിലോട്ടൊന്ന് പോയിട്ട് ഈ സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റട്ടെ. ഞാനിതിങ്ങനെ എന്താ പറയുക, ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു സസ്പെൻഷനാണ്. കുറേ കാലം സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ട് 5 കൊല്ലം ഗവൺമെൻറ് ലോ കോളേജിലൊക്കെ പഠിക്കുക. പക്ഷേ അവിടെ നിന്ന് എനിക്കൊരു സസ്പെൻഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതൊന്ന് പോയി കൈപ്പറ്റട്ടെ, എന്നിട്ട് എന്താണെന്ന് നോക്കട്ടെ. അറിയില്ലപ്പ, ഞാനിതൊന്ന് നോക്കട്ടെ എന്താ സാധനം എന്ന് കണ്ടാലല്ലേ എനിക്കറിയുള്ളൂ. താങ്കളുടെ വിശദീകരണം ചോദിക്കുകയാണ്. താങ്കൾക്ക് സസ്പെൻഷൻ നൽകി എന്നുള്ളൊരു പരാതിയുണ്ട്. പരാതിയൊന്നുമല്ല, ഞാൻ ഇത് ഡോക്യുമെൻ്റ് ആദ്യം കൈപ്പറ്റട്ടെ. പിന്നീട് നമുക്ക് അത് നോക്കിയതിന് ശേഷം പ്രതികരിക്കണമെന്ന് ചെയ്യാമല്ലോ. ഉന്നയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അങ്ങ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോ അറിയിക്കാതെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഈ മെറിറ്റ് അതിൻ്റെ എന്താണ്. കാരണം എനിക്ക് കേട്ടുകേൾവിയുള്ളൂ, എനിക്ക് ഡോക്യുമെൻ്റ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പം നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ന്യായമായിട്ടുള്ളത് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്ന എപ്പോഴും ഭരണഘടനയുടെ ഒരു സുപ്രീമസിയിലാണ്. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ചും അതും ഇതൊക്കെ ഞാൻ അടിസ്ഥാനപരം ആസ് എ ലോയർ, ആസ് എ ലോ സ്റ്റുഡൻറ്റ് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ശരിയും തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ബോധപൂർവ്വം ഇതുവരെ ഒരു ചട്ടവും ലംഘിച്ചായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണാതെ ഒരു ഡോക്യുമെന്റ് കാണാതെ ചുമ്മാ പറയുന്നത് ശരിയല്ലല്ലോ. ഇതൊക്കെ ഡോക്യുമെന്റ് നോക്കിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തം ഞാൻ സംസാരിക്കാമല്ലോ, ഞാൻ പറയാം. പക്ഷേ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല എന്നാണ് ടി.കെ. നായർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത് പരിമിതികളുണ്ട്. ആ പരിമിതികൾ താങ്കൾ ലംഘിച്ചു. മാത്രമല്ല, വ്യക്തിപരമായി പരിഹസിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തി. അദ്ദേഹത്തിന് വട്ടാണെന്ന രീതിയിലുള്ളവരൊക്കെ ഞാൻ പറയാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. പറയാത്ത കാര്യങ്ങൾ ആടുംപള്ളിയിലെ മനോരോഗി എന്നൊക്കെ താങ്കൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞിട്ട് റെനൻ മാർട്ടിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അത് ഇംഗ്ലീഷിലുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. അതുപോലെ മലയാളത്തിൽ ഒത്തിരി ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ട്, പ്രയോഗങ്ങളുണ്ട്. അത് ഭാഷാപരമായിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുക ആളല്ല, പക്ഷേ ഭാഷയല്ലേ അതിനകത്ത് ഒരു 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 ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റൈറ്റ് ടു എക്സ്പ്രസ് ആണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് ഓൾസോ റൈറ്റ് ടു ഒഫൻഡ്. അല്ലാതെ എല്ലാവരും സുഖിപ്പിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കോണ്ടക്ട് റൂൾസാണ്. കോണ്ടക്ട് റൂൾസിനകത്ത് സർക്കാരും സർക്കാർ നയങ്ങളും വിമർശിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ ഓർഡർ കണ്ടില്ലല്ലോ, ഞാൻ നോക്കട്ടെ. നോക്കിയിട്ട് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പോഴേ എനിക്ക് അറിയുള്ളൂ. മുതിർന്ന ഉദ്യോഗസ്ഥർ വിമർശിക്കുന്നത് ഇൻസബോർഡിനേഷൻ്റെ ഇഷ്യൂ വരുന്നില്ല അതിൽ. അതാ ഞാൻ പറഞ്ഞു, എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് കാണണമല്ലോ, എനിക്ക് അറിയില്ല. സോ ലെറ്റ് മീ ജസ്റ്റ് ഗോ. ഞാൻ നോക്കി നിങ്ങൾ, കാരണം ഞാനൊരു കാര്യം വിട്ടു. ഇപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്യുമെൻ്റ് കാണട്ടെ എന്ന് 1-2 തവണ പറഞ്ഞു. പക്ഷേ വളരെ ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി അറിവുള്ളവർ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കറിയില്ല. സോ ഞാൻ പറഞ്ഞല്ലോ, ലെറ്റ് മീ സീ ദ ഡോക്യുമെന്റ്. അത്രയല്ലോ. ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ സസ്പെൻഷൻ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ആ ഡോക്യുമെന്റ് കാണാതെ എനിക്കൊന്നും പറയാൻ അറിയില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. സർവീസിൽ താങ്കൾ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതിനാണ് ആ ഓർഡർ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഓർഡറുകളൊക്കെ നമുക്കാണ് കൺവേ ചെയ്ത് വരിക. ഇതിപ്പം നിങ്ങൾക്കൊക്കെയാണ് കിട്ടിയെന്ന് പറയുന്നത്, എനിക്കറിയില്ല. എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്നെ ഒന്ന് പറയാൻ വിടും. ഞാൻ ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ട് പറയാമല്ലോ. നിങ്ങൾ ഞാൻ ഇവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സത്യം ഉറക്കെ പറയുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിസമോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ അങ്ങനെയൊക്കെ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു പ്രത്യേക ഒക്കേഷനൊന്നും വേണ്ട. സത്യം പറയാൻ പ്രത്യേക സാഹചര്യവും ഒക്കെ വേണം. ഇന്നത്തെ ദിവസം ഇന്ന ഒരു അജണ്ട വെച്ചിട്ട് ഇതിനൊക്കെ ഓവർ ഹൈപ്പ് ചെയ്യരുത്. ഒന്നാമത് കേരളത്തിലെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പറ്റിയാണെന്ന്? അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യമായിട്ട് പറ. ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യം പറയാനോ ഒരു സത്യമായിട്ടൊരു കാര്യം സംസാരിക്കാനോ ഇവിടെ എനിക്ക് ഭരണഘടന തരുന്ന അവകാശമുണ്ടെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതിനിങ്ങനെ കോർണർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് അയാളിങ്ങനെ പറഞ്ഞു, മറ്റേ ആളിങ്ങനെ പറഞ്ഞു, മറിച്ചാൾ അവരുടെയൊക്കെ അഭിപ്രായം അവർ പറയുന്നു. ഞാനൊരു നിയമം പഠിച്ച വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സുപ്രീം കോടതി വിധികളൊക്കെ ഈ വിഷയത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് താനും.
വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ തപ്പിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഫാക്ട്സ് ആർ ഫാക്ട്സ്. ഫാക്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് പരിശോധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം ഒരു മാധ്യമ സ്ഥാപനം വ്യാജ വാർത്ത ചമയ്ക്കുമ്പോൾ അതിൻ്റെ ഫാക്ട്സ് പുറത്ത് വരുമ്പോൾ മറ്റുള്ളവർക്ക് ശരിക്കും അത് ബ്രേക്ക് ചെയ്യാവുന്നതാണ് അല്ലേ? ഇത് കള്ളമാണ്, പേരെടുത്ത് പറയാം, ഇന്ന സ്ഥാപനം എങ്ങനെയാണ് അവർ വ്യാജമായിട്ടൊരു വാർത്ത ചെയ്യുന്നത്, ഇതൊക്കെ പുറത്ത് വരാമല്ലോ. അത് എൻ്റെ പണിയല്ല അത് ഫീഡ് ചെയ്യേണ്ടത്. സോ എനിവേ അത് പോട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഞാൻ ഒന്ന് പോയിട്ട് വാറോല കൈപ്പറ്റട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകട്ടെ. കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന എൻ പ്രശാന്ത് IAS നിലവിൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഉത്തരവ് ലഭിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം. തനിക്ക് ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച സസ്പെൻഷനാണ്, അതിൽ പരാതിയില്ല, പക്ഷേ സത്യം പറയുകയായിരുന്നു, താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് എൻ പ്രശാന്ത് IAS.